തക്കാളി 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 Oh, you know. കത്തിരിക്കായ് തക്കാളി. Yeah. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകാൻ പോണത് ഇവിടുത്തെ സൺഡേ മാർഷയിലോട്ടാണ്. മാർഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ്. പോകും വഴി കുട്ടൂൻ്റെ വക ഒരു ചലഞ്ച്. ഏത് നമ്മൾ 90s കിഡ്സ് വിടുമോ? അങ്ങനെ 2000 കിഡിനെ തോപ്പിച്ചുകൊണ്ട് 90s കിഡ് തന്നെ ജയിച്ചിരിക്കുകയാണ് ഗൈസ്. ഈഗോ ഹേർട്ടായിട്ട് ഓട്ടോ ഒക്കെ ജയിച്ചെങ്കിലും ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം വോളിനെയൊക്കെ എടുത്ത് വരട്ടാൻ. അങ്ങനെ ഞങ്ങൾ സൺഡേ മാർഷയിലെത്തി. ഇത് ലക്കോർണയിലാട്ടോ ഉള്ളത്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അവിടെ ഒരുപാട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മീറ്റ്, ഫിഷ്, അതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടൊരു സാധനം ആടിൻ്റെ തലയാണ് ഗൈസ്. അത് അങ്ങനെ തന്നെ വെച്ചേക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ കുക്ക് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട്. ഞങ്ങൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടെടുത്തുനിന്ന് ചിക്കനാട്ടോ വാങ്ങിയത്. വീട്ടിൽ ചെന്ന് എന്തായാലും ലേറ്റ് ആവും. കുക്ക് ചെയ്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈമില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കാനുള്ളത് കൂടെ മേടിച്ചിട്ട് വന്നത്. ഫുഡ് മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടൂനൊരാഗ്രഹം കിളിമീൻ കഴിക്കണമെന്ന്. ഞങ്ങളിവിടെ ഒരുപാട് നോക്കി ഗൈസ്, ആ ഒരു സാധനം ഇവിടെ ഇല്ല. എന്നിട്ട് അതുപോലെ തോന്നിക്കുന്ന ഒരു മീൻ ഞങ്ങൾ വാങ്ങിയിട്ട് പോയി. മീൻ വാങ്ങി തിരിഞ്ഞു നോക്കുമ്പോൾ ഏതാണ്ടൊക്കെ ഉപ്പിലിട്ട് വെച്ചേക്കുന്നത്. കാരയ്ക്കാന്ന് ഓർത്ത് ഓടി ചെല്ലുമ്പോഴത്തേക്കും അത് ഒലീവ്സ്. ഇവിടെ വന്നിട്ട് ഞാൻ ഒലീവ്സ് കഴിച്ചായിരുന്നു കേട്ടോ. എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തോ നമ്മുടെ മാങ്ങയും കാരയ്ക്കയും നെല്ലിക്കയൊക്കെ ഉപ്പിലിടുന്ന ആ ഒരു ഫീല് ഒന്നിനും കിട്ടത്തില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫ്രഷ് പച്ചക്കറികളൊക്കെ വാങ്ങി. ഞാനിവിടെ നിന്ന് ഓരോന്ന് വാങ്ങുമ്പോഴും എനിക്ക് മൈൻഡിൽ വന്നൊരു കാര്യമുണ്ട്. പള്ളുരുത്തിക്കാർക്ക് പെട്ടെന്ന് കത്തും. ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ഫെസ്റ്റിവലാണ് പുലവാണിഭം. ആ പുലവാണിഭത്തിൽ പോകുന്ന അതേ ഫീലായിരുന്നു എനിക്കിവിടെ കിട്ടിയത്. ഞാൻ ഫ്രാൻസിൽ വന്നിട്ട് ആദ്യമായിട്ടാട്ടോ സൺഡേ മാർഷയിൽ പോകുന്നത്. അപ്പോഴോർത്തു നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന്. എന്തായാലും ഈ പരിപാടി എനിക്കിഷ്ടപ്പെട്ടു. ഞങ്ങൾ അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു പോന്നു. പോയപ്പോൾ നല്ല തണുപ്പായിരുന്നു കൊണ്ട് ഞാൻ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു. തിരിച്ചു വന്നപ്പോഴത്തേക്കും പെട്ടു ഗൈസ്. ഒടുക്കത്തെ ചൂടായിരുന്നു. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റാ, ഇനി അടുത്ത വ്ളോഗിൽ കാണാം.